ക്രിക്ക് ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSG ഇന്നലെയും പരാജയപ്പെട്ടു. ഈ സീസൺ അവരുടെ സെമീസ് അതൊക്കെ ഏകദേശം അവസാനിച്ച മട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അവർക്ക് ഒരു തരത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഇപ്പൊ ജോഷ് ഇംഗ്ലീഷ് ഒക്കെ വന്നിട്ട് എന്നിട്ടുണ്ട് കാര്യം പരാജയപ്പെടുന്ന കാഴ്ച കണ്ടില്ലേ. 228 റൺസ് എടുത്തിട്ട് അത് മുംബൈ 18.4 ഓവറിൽ അനായാസം വിജയിച്ചിട്ട് പോയി. ഇപ്പൊ ജസ്റ്റിൻ ലാംഗർ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ആർക്ക് ഋഷഭ് പന്തിനെ കുറിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, നമ്മളൊരു പ്രാക്ടീസ് ടീം ഇവിടെ കളിച്ചിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ആ മത്സരത്തിൽ ഋഷഭ് പന്ത് 40 പന്തിൽ 95 റൺസ് അടിച്ചു. 40-30 പന്തിൽ ആ സംതിങ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ ഋഷഭ് പന്ത് അദ്ദേഹം വെരി ബെസ്റ്റ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഒരു സംശയങ്ങൾ വേണ്ട. അദ്ദേഹം വെരി ഗുഡ് പ്ലെയർ ആണ്. നമ്മളെ കാണാറില്ലേ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം നമ്പർ 5 ഇറങ്ങിയിട്ട് എതിരാളികളെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോ with that and that we played just 2 days ago 7-day break, അതായത് 7 ദിവസത്തെ കളിക്ക് ശേഷം 2 ദിവസം പ്രാക്ടീസ് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ ടീമിന് നല്ലൊരു ഗുഡ് ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹം സെൽഫ്ലെസ്ലി മൂവ് ചെയ്തു. അതായത് അദ്ദേഹം നമ്പർ 3 ഡൗണിലേക്ക് വന്നു. നിക്കോളാസ് പൂറിനെ പ്രൊമോട്ട് ചെയ്തെടുത്ത കാഴ്ച കണ്ടില്ല. അത് ഒരു അൺബിലീവബിൾ ആയ കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്. നമുക്കറിയാം നിക്കിപ്പിയുടെ കപ്പാസിറ്റി ഇപ്പൊ അത്ര ഫോമിലല്ല, പക്ഷെ അദ്ദേഹത്തിന് ഫോമിലേക്ക് വരാൻ തന്റെ സ്വയം ഇത് ഡൗണിലേക്ക് വന്നിട്ട് നിക്കോളാസ് പൂറിനെ പ്രൊമോട്ട് ചെയ്ത കാഴ്ച കണ്ടില്ലേ. അപ്പൊ അദ്ദേഹം ഒരു സെൽഫ്ലെസ് ക്രിക്കറ്റർ ആണെന്ന് ഇപ്പോ ജസ്റ്റിൻ ലാംഗർ പറയുന്നത്. ഋഷഭ് പന്ത് കാര്യമായ കാര്യം എന്താണെന്നറിയോ? ഐ തിങ്ക് വി നീഡ് സം ഗുഡ് ലക്ക് മാൻ, ദാറ്റ്സ് ഓൺലി തിങ് ഐ എം ഗോയിങ് ടു സേ. അദ്ദേഹം പറയുന്നു, നമുക്ക് കുറച്ച് ലക്കുകളൊക്കെ വേണം, അത് മാത്രമാണ് നമ്മൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഋഷഭ് പന്ത് കളിക്ക് ശേഷം പറഞ്ഞത്. അപ്പൊ അതാണ് ഋഷഭ് പന്തിനും ടീമിനും ജയിക്കണം, പക്ഷെ അവർക്ക് ആ ലക്കും അവർക്കൊരു കൃത്യമായ ഇത് കിട്ടുന്നില്ല കളിയിൽ. എന്നാൽ 228 അനായാസം മുമ്പ് വിജയിച്ചു പോകുന്ന കാഴ്ചയൊക്കെ കണ്ടില്ലേ. അപ്പൊ ക്രിക്കറ്റിനെ പറ്റി കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.